ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വിശാഖപട്ടണത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോട് അനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കമായി. ICC 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 50ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ 70ലേറെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവ അണിനിരക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനങ്ങൾക്കാണ് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലൂടെ ബംഗാൾ ഉൾക്കടൽ വേദിയാകുന്നത്. ഇന്ത്യൻ തദ്ദേശ നിർമ്മിത കപ്പലായ INS സുമേധയിൽ സഞ്ചരിച്ചാണ് രാഷ്ട്രപതി ഫ്ലീറ്റ് റിവ്യൂ വിലയിരുത്താനെത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ, നീലഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്നിവയാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം. സൌഹൃദ രാഷ്ട്രങ്ങളുമായുള്ള സഹകരണവും സമുദ്രമേഖലയിലെ സുരക്ഷാ നടപടികളും ശക്തിപ്പെടുത്തുകയാണ് ഫ്ലീറ്റ് റിവ്യൂവിലൂടെ ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശ് ഗവർണർ S. അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ എന്നിവർ ഫ്ലീറ്റ് റിവ്യൂ വീക്ഷിക്കാനെത്തി. ഈ മാസം 25 വരെയാണ് വിശാഖപട്ടണത്ത് IFR സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. ഫിൻലൻഡ് പ്രധാനമന്ത്രി ആന്റി പെറ്റേരി ഓർപ്പോ, സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി അന്ദ്രേ പ്ലെങ്കോവിച്ച്, എസ്റ്റോണിയൻ പ്രസിഡന്റ് അലാർ കാരിസ് തുടങ്ങിയ നേതാക്കളുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സീഷെൽസ് വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിലൈ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് ഗവേഷണ സിമ്പോസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണം, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികൾ നേരിടുന്നതിനും AI അധിഷ്ഠിത പരിഹാരങ്ങൾ കണ്ടെത്താൻ രാജ്യം മുൻഗണന നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. AI എങ്ങനെ സുരക്ഷിതമാക്കാമെന്നതിനെക്കുറിച്ച് പ്രായോഗികവും കൃത്യവുമായ നിർദ്ദേശങ്ങൾ നൽകാൻ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്ന വിദഗ്ധരോട് ശ്രീ അശ്വിനി വൈഷ്ണവ് അഭ്യർത്ഥിച്ചു. We in India are very focused on AI in the edge, AI for use cases, AI for solving real world problems, AI for improving the productivity in the enterprises, AI for population scale problems like healthcare, like agriculture, like climate change. These are the things that we are focused here in India. And this AI summit brings that opportunity. ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇതിനായി വിദഗ്ധരെ ഉൾപ്പെടുത്തി സ്വതന്ത്ര അന്താരാഷ്ട്ര ശാസ്ത്ര പാനൽ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ AI ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുന്നോടിയായി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 26-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മാർച്ച് 5 വരെ സമർപ്പിക്കാം. മാർച്ച് 16-നാണ് വോട്ടെടുപ്പ്. ഫ്രാൻസ് അധ്യക്ഷത വഹിക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇവിയനിൽ നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര അജണ്ടയിൽ ധാരണയിലെത്താൻ ഇന്ത്യയും ഫ്രാൻസും യോഗം ചേരും. US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് G7 അംഗരാജ്യങ്ങൾ. കഴിഞ്ഞ വർഷം നടന്ന G7 ഉച്ചകോടിയിലും കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണിയുടെ ക്ഷണപ്രകാരം ശ്രീ മോദി പങ്കെടുത്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച NSSന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്ന് സംസ്ഥാന സർക്കാർ. 20,000-ഓളം അധ്യാപകർ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമനം ലഭിച്ചവർ 2 വർഷത്തിനുള്ളിൽ കേടെക് പാസ്സായാൽ മതിയെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമിതരായവർ ശമ്പള വർധന നൽകാൻ താൽക്കാലിക അനുമതി നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന ആരോപണത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദരനെ സ്ഥലം മാറ്റി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പ കേസുകളിലെ തന്ത്രിയുടെ ജാമ്യ ഹർജികളിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, കേരളത്തിന് പുറത്തുപോകാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകി. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ഇന്നലെ ദൃശ്യമാകാത്തതിനാൽ റംസാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിദഗ്ധ കാസിമാർ അറിയിക്കുകയായിരുന്നു. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നാണ് വ്രതാരംഭം. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതി ബുധനും ഇന്നാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നോമ്പുകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങൾ സജീവമായി. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. കുനോ ദേശീയോദ്യാനത്തിൽ 3 ചീറ്റക്കുഞ്ഞുങ്ങൾ ജനിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഗാമിനി എന്ന ചീറ്റയ്ക്കാണ് കുഞ്ഞുങ്ങൾ ജനിച്ചത്. ഇതോടെ ഇന്ത്യയിൽ ജനിച്ച ചീറ്റക്കുഞ്ഞുങ്ങളുടെ എണ്ണം 27ആയി. നിലവിൽ രാജ്യത്താകെ 38 ചീറ്റകളാണുള്ളത്. 3 വർഷം മുൻപാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആത്മീയതയിലൂടെയും ധാർമ്മിക ജീവിതത്തിലൂടെയും സാർവത്രിക സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് അനുസ്മരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദർശങ്ങളും ദർശനങ്ങളും മനുഷ്യരാശിക്ക് പുതിയ ദിശാബോധം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ICC 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. T20 ലോകകപ്പിലെ ദക്ഷിണാഫ്രിക്ക UAE മത്സരം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ UAE 3 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാകാതെ 34 റൺസ് എന്ന നിലയിലാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയയെ നേരിടും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് യോജിച്ച് പ്രവർത്തിക്കാമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇന്നലെയാണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ടെഹ്റാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയതായി ഇറാൻ അറിയിച്ചു. ജനീവയിൽ ഇന്നലെ നടന്ന 2ാം ഘട്ട ചർച്ചകൾക്ക് ശേഷം സംസാരിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിശാഖപട്ടണത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭം നാളെ. ഈസ്റ്ററിനോട് അനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കമായി. ICC 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.